ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുമുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി കിട്ടുന്ന പാളയംകോടന്റെയോ ഞാലിപ്പൂവന്റെയോ ഒക്കെ പച്ചവാഴക്കയും ഒരിത്തിരി തൈരും ഉണ്ടെങ്കിൽ ഈ കറി നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കറി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ കുറച്ച് പച്ചവാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുപഴത്തിന്റെ പച്ചവാഴയ്ക്കയാണ്. പച്ച ഏത്തയ്ക്ക കൊണ്ടും ഈ കറി ഉണ്ടാക്കാം, പക്ഷെ ഇതുപോലെ വാഴയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന കറിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവയാണ് തൈര്. തൈരോ മോരോ എടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അരമുറി തേങ്ങ ചിരവിയത് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരുന്ന പച്ചവാഴയ്ക്കയിൽ നിന്നും ഒരു 4 വാഴയ്ക്ക ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയൊരു കറയുണ്ട്. ആ കറയൊന്ന് കളയാനാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ വളരെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മൾ നുറുക്കിയെടുത്തിരുന്ന വാഴയ്ക്ക വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി വാഴയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മൺചട്ടിയിൽ കാണിക്കുന്നത്. കുക്കറിൽ 1 or 2 വിസിൽ മതിയാവും. ഇത് നന്നായി വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് കായ നന്നായി വെന്തുടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട്. എരിവിനാവശ്യമായി നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായി ഞാൻ ഇതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്ന് കുറച്ച് ചേർത്ത് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഞാനിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. കായൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് നല്ല ഉടയുന്ന പാകമായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് ഉടച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ആവശ്യമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഇതിലേക്ക് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം ഇത് വേവാൻ മതിയാവുമായിരുന്നില്ല. നിങ്ങൾ കായയുടെ വേവ് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ കായയൊക്കെ ഏകദേശം ഒന്ന് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ അരപ്പ് തൈര് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ചേർക്കുന്ന തൈരിന് പ്രത്യേകിച്ചൊരളവ് പറയാനില്ല. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ചിട്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. തൈരിന് അതുകൊണ്ടൊരു പ്രത്യേകിച്ചിട്ടൊരളവ് പറയാനില്ല. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ മിക്സി ജാറിലേക്ക് തന്നെ ബാക്കി വന്നിരിക്കുന്ന തൈര് കൂടെ ഒന്ന് ഉടച്ചെടുത്ത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളമാക്കി ലൂസാക്കരുത്. കുറച്ചൊരു കുറുകിയ പാകത്തിനാണ് കറി ഇരിക്കേണ്ടത്. ഇത്തിരി വെള്ളം കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സി ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഇത് മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക.
നമ്മൾ അരപ്പിൻ്റെ കൂടെ തൈര് ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ ഇത് തിളയ്ക്കുമ്പോൾ ഒന്നും പിരിഞ്ഞു പോകുന്ന പേടി വേണ്ട. ഇപ്പോൾ കറി നന്നായി തിളച്ച് നല്ല കുറുകിയ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് കൂടി നമ്മൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോവരുത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി വളരെ നേർമയായി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കൊച്ചുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഈ താളിപ്പ് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് ഈ കറിയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താളിപ്പും എണ്ണയും ഒക്കെ കറിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല കൊഴുത്തിട്ടുള്ള വാഴയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണിത്. നിങ്ങളെല്ലാവരും വാഴയ്ക്ക കിട്ടുമ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.